നമുക്ക് ഓരോ പ്രായത്തിലും നമുക്ക് ഓരോ ചലഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. ഈ 30-ഉം 40-ൻ്റെ ഇടയിലെന്ന് പറയുന്നത് ലൈഫിൽ ഒരുപാട് ട്രാൻസിഷൻ നടക്കുന്നത് ആ ഒരു സമയത്താണ്. ബിക്കോസ് സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ചു, കുട്ടികളായി, ജോലിയായി, അങ്ങനെ എല്ലാവരും ഒന്ന് ഓക്കെ ആക്കാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും ആ ഒരു സമയത്ത്. അതായത് കുട്ടികളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ടാകും, എന്നാൽ നമ്മളുടെ ഒരു കംപ്ലീറ്റ് ശ്രദ്ധ അവരുടെ മേൽ വേണ്ട ഒരു പ്രായമായിരിക്കും. അപ്പോൾ വീട്ടിലുള്ള ഭർത്താക്കന്മാർ എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നില്ല, ചിലരൊട്ടും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി മിക്കപ്പോഴും വരാറുള്ളത് സ്ത്രീകളുടെ മേലെയാണ്. അപ്പോൾ കുട്ടികളെ നോക്കേണ്ട ഒരു കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി വരും. അതിനോടൊപ്പം തന്നെ ഇവർ വർക്കിംഗ് ആയിരിക്കും, ജോലി സ്ഥലത്ത് പോകണമായിരിക്കും. അവരുടെ ജോലിയിൽ ചിലപ്പോൾ പ്രൊമോഷനൊക്കെ കിട്ടി കുറച്ച് പടിപടിയായൊക്കെ ഉയർന്നു വരേണ്ട, കുറച്ച് എഫർട്ടൊക്കെ എടുക്കേണ്ട സമയമായിരിക്കും. ജോലിയിലും നമ്മൾ ഒരേപോലെ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റിയും ചിലപ്പോൾ പുതിയതായിട്ട് വീട് വയ്ക്കുന്ന ഒരു സമയം കൂടിയൊക്കെ ആയിരിക്കും അത്. അപ്പോൾ ഒറ്റയ്ക്കൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ, അതായത് വീട്ടിൽ വേറെ ഗ്രാൻഡ് പാരൻസ് ഇല്ല, അല്ലെങ്കിൽ വേറെ ആരുമില്ല, ഒരു കുഞ്ഞു ഫാമിലി, ഭാര്യ ഭർത്താവ് മക്കൾ, അങ്ങനെയാണെങ്കിൽ കുട്ടികളെയൊക്കെ നോക്കാനും ഒന്നും ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫാമിലി റെസ്പോൺസിബിലിറ്റിയും അവരുടെ മേലെ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ സമയവും ഇവരുടെ ഫോക്കസ് പോകുന്നത് കുട്ടികളെ നോക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വീട്ടുകാര്യങ്ങൾ, ജോലി. ബിക്കോസ് ആ ഒരു സമയം എന്ന് പറയുന്നത് ഇവിടെ ജോലിയിൽ നമുക്ക് ഉയർന്നുയർന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറച്ച് ഫോക്കസ് കൊടുക്കണം. അതുപോലെ വീട്ടിലെ കാര്യങ്ങളും വീടും ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ വിട്ടുപോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ കാര്യമാണ്. നമ്മളെക്കുറിച്ച് ചിന്തിക്കാനോ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല. മറ്റുള്ള ആളുകളെ ടേക്ക് കെയർ ചെയ്ത് ലൈഫ് ഒന്ന് സെറ്റാക്കാനുള്ള തത്രപ്പാടിലായിരിക്കും ഈ ഒരു പ്രായത്തിൽ.